പലരും ഇവിടെ ധീരത ധീരത എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഒരാളുടെ അടിമയാവുന്നത്, കുനിഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെ. ശരിക്കും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കാണ് നമ്മൾ ഈ ധീരതയുടെ അർത്ഥം വരുന്നത്. ഫോർ എക്സാമ്പിൾ, വിധേയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയും തൊമ്മി എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രവും തമ്മിലുള്ള പ്രശ്നം, അയാളുടെ ഭാര്യയെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ ആക്രമിക്കുന്നു. ഈ സമയത്ത് രണ്ടും കൽപ്പിച്ച് യുദ്ധം ചെയ്യാം, രണ്ടുപേര് തമ്മിൽ പടവെട്ടാം. അതിന് ധീരതയെന്ന് പറയും, അവിടെ കുഞ്ഞിരിക്കലല്ല. നമ്മുടെ ഈ തെക്കൻ കേരളവും വടക്കൻ കേരളവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ പഴയ കാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കാലുനക്കികളാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള കപ്പത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ ആയിട്ട് അവർ അഡ്ജസ്റ്റ്മെന്റിൽ തയ്യാറായി. വലിയ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിക്കണം. നമുക്കൊരു ഭീഷണിയാണെങ്കിൽ അടിക്കണം. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും അടിച്ച് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാണ്. ഒരു ആനയുടെ മുമ്പിൽ നമുക്ക് നെഞ്ചും പിരിച്ചു നിന്നിട്ട് കാര്യമില്ല. ആ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ തയ്യാറാവണം. എന്നാൽ വടക്ക് മലബാറിലും അതുപോലെ തന്നെ സാമൂതിരിയും അവിടെയൊക്കെ ഈ എന്താണ് സംഭവിച്ചത്? അവർ രണ്ടും കൽപ്പിച്ച് അടിക്കാൻ പോയി, അവന്മാരെല്ലാം തകർത്ത് ബ്രിട്ടീഷുകാരുടെ അടിമയായി. അവന്മാരുടെ ജീവിതവും തീർന്നു, അവന്മാരുടെ കുടുംബവും തീർന്നു, അവന്മാരുടെ രാജ്യവും തീർന്നു. അപ്പോൾ ആ ഒരു ബുദ്ധി നമ്മളെപ്പോഴും പ്രയോഗിക്കുക. ഇപ്പം ഖമേനിയെ സംബന്ധിച്ച്, ഇറാഖിനെ സംബന്ധിച്ചും അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ GCC രാജ്യങ്ങളെ എടുത്ത് നോക്കുക. GCC രാജ്യങ്ങൾ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായതുകൊണ്ട് ആ രാജ്യങ്ങളെല്ലാം സമ്പന്നരായില്ലേ. നേരെ മറിച്ച് അമേരിക്കയെ അടിച്ച് തോൽപ്പിക്കാനുള്ള ശേഷി ഈ GCC രാജ്യങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അതില്ലാത്തത്തോളം കാലം എന്തായാലും തകർന്ന് തരിപ്പണമാവുമ്പോൾ അവർ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുകയാണ് ഒരു രാജതന്ത്രം എന്ന് പറയുന്നത്. ഒരു രാജാവിനെ അല്ലല്ലോ നേരിട്ട്. ഇപ്പോൾ രാജാവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് രാജാവിൻ്റെ രാജ്ഞിയെ കയറി ബലാത്സംഗം ചെയ്ത് അവരുടെ കുടുംബത്തെ തകർക്കാനല്ലല്ലോ വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ചെറിയ ചെറിയ നയങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചില സമയത്തൊക്കെ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി യുക്തിയും ബുദ്ധിയും പ്രയോഗിക്കുക. അത് തീർച്ചയായിട്ടും ഖമേനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഖമേനിയുടെ മണ്ടത്തരം എന്ന് തന്നെ പറയാൻ പറ്റൂ. അത് ഏത് രാജ്യത്തിനായാലും ആ രാജ്യത്തിന്റെ മണ്ടത്തരം എന്ന് തന്നെ പറയാൻ പറ്റൂ. എത്രയോ ഫാമിലീസ്, എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ജെൻസി പിള്ളേർ അവരൊക്കെ ജീവിക്കുന്ന ഒരു രാജ്യം ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ ഈ ഖമേനിയ ഭരണകൂടം ചെയ്യുന്നത് ഇതാണ്. നേരെ മറിച്ച് ഇയാളുടെ ധീരതയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖമേനിയെ നേരിട്ട് വാളിട്ട് യുദ്ധം ചെയ്യാൻ വരുവാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ലല്ലോ. ഖമേനിയും ട്രംപോട് നേരിട്ട് അടിക്കുകയാണോ? ഇപ്പൊ ചിലവർ പറഞ്ഞിട്ട് ഈ തുരങ്കത്തിനകത്ത് ഒളിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് നാണക്കേടാണെന്ന്. ഒരിക്കലും അല്ല. ഒരു ബോംബ് വീണ്, ഇസ്രായേലിലോട്ടൊരു ബോംബ് വീണ്, തീർച്ചയായിട്ടും അവിടെ നെതന്യാഹു മരിച്ചിരുന്നേൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് ആപത്താണ്. ആ സമയത്ത് നെതന്യാഹു ആയാലും ട്രംപ് ആയാലും ഈ പറഞ്ഞ ഖമേനി ആയാലും തുരങ്കത്തിൽ ഒളിച്ചിരിക്കുന്നതിൽ, ബംഗറിൽ ഒളിച്ചിരിക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഇടാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി നിരന്തരമായി ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം അവർ ഹൂത്തികൾക്കും ഈ പറഞ്ഞ ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഹമാസിനും ഒക്കെ ആയുധങ്ങളും ഫണ്ടും ഒക്കെ കൊടുത്ത് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവേണ്ട ഒരു കാര്യവുമില്ല. തീർച്ചയായിട്ടും അവരടിക്കും, അവർ രണ്ടും കൽപ്പിച്ചടിക്കും, അവരുടെ നിലനിൽപ്പ് നോക്കും. ഈ പറഞ്ഞ ആന വരുവാണെങ്കിൽ നെഞ്ചും പിരിച്ച് തന്നെ നിൽക്കേണ്ടി വരും. കാരണം അവരുടെ കുടുംബം ഇല്ലാതാവുകയാണ്, അവരുടെ രാജ്യം ഇല്ലാതാവുകയാണ്. അതെന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്?